അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗദി അറേബ്യ ബുറൈദ എന്ന സ്ഥലത്ത് ഒരു മസ്ജിദിൻ്റെ ഫൗണ്ടേഷനാണ് കാണുന്നത്. എന്ത് ഭംഗിയാണെന്നറിയാം. വല്ലാത്തൊരു റഹ്മത്താണ്. ഇത് കാണാൻ തന്നെ ഒരു വല്ലാത്തൊരു ബർക്കത്ത് കാര്യമാണ്. അൽ-ഖസീം ബുറൈദ. പ്രാവുകളെല്ലാം നല്ല കൂട് വെച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഈത്തപ്പഴത്തിൻ്റെ സീസണായി. പച്ച പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ എല്ലാം. ഇനി ഉണ്ട്, ഇനി രണ്ട് മൂന്ന് മാസത്തോളം ആവും ഇനി ഇതെല്ലാം പഴുത്ത് വരാൻ. അതിൽ കണ്ടില്ലേ, കൊല കുത്തി കിടക്കണുണ്ടില്ലേ. കാണാൻ എന്താ ഭംഗി, അടിപൊളി. അൽഹംദുലില്ലാ. ഒരു നമ്പരും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക. ഒരു ബുക്ക് എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, ഗൾഫ് കൺട്രിയിലെ രാജാവ് അടക്കണുണ്ടല്ലേ. GXR ലാൻഡ് ക്രൂസർ. കാണാൻ നല്ല സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ മുനാറം കണ്ടില്ലേ, പള്ളിയിലെ മുനാറം. സൗദികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. വീടുകളാണ്. കാണാനൊക്കെ നല്ല റാഹത്ത്, നല്ല ഭംഗിയാണ്. അങ്ങനെ ഒന്നൊരു ഏരിയ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങ് ദൂരെ നോക്കുമ്പോൾ കാണാം നല്ല വീടുകളും നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒന്നും പറയാനില്ല. മരങ്ങളും വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. ഈന്തപ്പഴം മരങ്ങളെല്ലാം ഒതുങ്ങി നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ കാണുന്ന ചെടി ഏതാണെന്നറിയാം? അത് നമ്മുടെ നാട്ടിൽ കടലാസ് ചെടിയല്ലേ, കടലാസ് ചെടി. വലിയ പള്ളിയാണ് കേട്ടോ, വലിയ പള്ളിയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര പള്ളിയാണ്. മാഷാ അല്ലാഹ്. ഇവിടെ അടുത്തവിടെ എൻ്റെ സ്റ്റേഡിയം കാണുന്നുണ്ട്. അങ്ങോട്ട് സ്റ്റേഡിയം ഇവിടെ നിന്നവൻ്റെ ഒരു ലൈറ്റ് മാത്രം കാണാം, ഫുള്ള് കാണാൻ പറ്റുന്നില്ല. അതിനിങ്ങോട്ട് പോകണം. പള്ളി കാണാൻ സമയമായി വരുന്നു. ടൈമില്ല. ഇൻഷാ അല്ലാഹ് അടുത്തതിൽ കാണാം. പള്ളി എന്ന് പറയുന്നത് ഭയങ്കര പള്ളിയാണ് കേട്ടോ, വലിയ പള്ളിയാണ്. ഇത്രയും നല്ല വിസ്തീർണത്തിൽ കിടക്കുക. ബുക്കേരിയ എന്ന സ്ഥലമാണ് കേട്ടോ, ബുക്കേരിയ. അൽ ബുക്കേരിയ ബുറൈദ എന്നൊരു 60 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. ഗ്രാമപ്രദേശവും സൗദി അറേബ്യ. കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാം. പച്ചപ്പായി കിടക്കണേ ഉള്ളു. പച്ച ഈത്തപ്പഴം കണ്ടില്ലേ, പച്ച ഈത്തപ്പഴം. ടൈമുണ്ട്, ഇനി ഒരു 1.5 മാസത്തോടെ കഴിയുമ്പോൾ ഇത് പഴുത്ത് നല്ല ക്ലിയറായിട്ട് വിപണിയിലെത്തും. ആയവ നല്ല തണൽ പറ്റി ഒരു കൂട് വെച്ചിരിക്കുന്നുണ്ടാ. അല്ല, നിൻ്റെ മുട്ട എല്ലാം താഴെ വീഴില്ലേ, നോക്ക്. ശല്യപ്പെടുത്തുന്നില്ല. നീ അവിടെ ഇരുന്നോ, അങ്ങോട്ട് നോക്കിയേ. പ്രാവ് കൂട് വെച്ചിരിക്കുകയാണ്. തെങ്ങല്ല, പനേര എല്ലാ ഇടയിൽ കൂടെ മുട്ടയിട്ട് അവിടെ അവിടെ ഇരുന്നോ. അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ മറ്റു വരും.